നമ്മുടെ ഇന്നത്തെ പഞ്ച് ഡയലോഗും ഇന്നത്തെ CPM രാഷ്ട്രീയവുമായി ചേർന്ന് ആണ് പഞ്ച് ഡയലോഗിലേക്ക് പോകാം. നാല് കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന കത്ത് മാത്രമാണ് ഇതെന്നായിരുന്നു MP രാജേഷിൻ്റെ ഇന്നത്തെ ഷർഷാദിൻ്റെയും മറ്റും ആരോപണങ്ങൾക്കുള്ള മറുപടി. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, തോന്നിവാസങ്ങൾ വാർത്തയാക്കുന്നത് കഷ്ടമാണെന്ന പ്രതികരണമാണ് ഇന്നത്തെ ആദ്യത്തെ പഞ്ച് ഡയലോഗ്. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിരുന്നല്ലേ. കുറേ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. അത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത്. അപ്പം അത് നടക്കട്ടെ. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ്. അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. അതെല്ലാം ബാധിക്കുന്ന കാലം കഴിഞ്ഞു. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം പുല്ല് വിലയാണ്. അപ്പം നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. സാധാരണ MP രാജേഷ് സംസാരിക്കുന്ന ഒരു സ്വരമല്ല അത്, വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. മറ്റൊരു പ്രതികരണം ഇന്ന് വന്നത് തോമസ് ഐസക്കിൻ്റെതാണ്. ഷർഷാദിൻ്റെ ബാങ്ക് വായ്പ മുടങ്ങിയ സമയത്ത് ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് പറഞ്ഞു. രാജേഷ് കൃഷ്ണ ബിനാമിയാണെന്ന ആരോപണം അസംബന്ധമാണ്. ഇപ്പോൾ ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് തോമസ് ഐസക് വെല്ലുവിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപമുണ്ടെന്നുള്ളതാണ്. അതാണ് അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞെങ്കിൽ വിടത്തില്ല കേട്ടോ. അതിന് ആരും സംശയം വേണ്ട. അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിലുണ്ടാവില്ല, ആരും സംശയമില്ല. അയാളുടെ എന്ത് സാധുത, എന്ത് അദ്ദേഹത്തിൻ്റെ റെലവൻസ് ഉന്നയിക്കുന്നത് ടൈൻറ്റഡ് ആക്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തും. എന്നിട്ട് അദ്ദേഹം പറയുന്ന വെച്ചിട്ട് മറ്റുള്ളവരെ താറടിക്കുന്നതിന് വിലയിരുത്തും. അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം. സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമുക്ക് മറ്റൊരു പഞ്ച് ഡയലോഗ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അത് K. മുരളീധരൻ്റെ ഒരു പരാമർശമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി വാനരന്മാർ എന്ന് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം മുന്നോട്ട് കൊണ്ടുവന്നവരെ വിശേഷിപ്പിച്ചത്. തൃശ്ശൂരിലെ ജനങ്ങളെയാണോ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് എന്നാണ് K. മുരളീധരൻ മറുപടിയായി ചോദിച്ചത്. ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ കളിയാക്കുന്ന രീതിയാണല്ലോ ഇതെന്നും K. മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ്റെ പഞ്ച് ഡയലോഗ്. എന്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി നിൽക്കുക. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിന് കേരള സമൂഹം ഇന്ന് നോക്കി കാണും. അദ്ദേഹം പറയുന്ന ഈ വാനന്മാരെന്ന് പറയുന്നതിനാലൊന്നും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഏതാണ് വാനന്മാരെന്ന് ചോദിച്ചാൽ തൃശ്ശൂരത്തെ വോട്ടർമാരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം വാനന്മാരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അതിന്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വാനന്മാരെന്ന് പറഞ്ഞതെങ്കിൽ അത് ഭാവിയിൽ തൃശ്ശൂരുകാർ തീരുമാനിക്കട്ടെ. ഇടവേള.